അതെ, സ്വസ്ഥായിട്ട്. മക്കള് ഒരാള് മൂത്തേടം ഹൈസ്കൂളിൽ വർക്ക് ചെയ്യാണ്. അടിപൊളി. പറയൂ, എന്താണ് റേഡിയോയും അമ്മയും തമ്മിലുള്ള ബന്ധം? ആത്മബന്ധം, ദൈവമേ, സൗഹൃദം, എല്ലാം ചോദിക്കണ്ടായിരുന്നു. അതെ, രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നതിന് മുമ്പ് ആദ്യം എണീറ്റ് വന്ന് മുടി പരന്ന് കിടക്കുവാണെങ്കിൽ അതുപോലും കെട്ടാതെ ആദ്യം വന്ന് ചെയ്യുന്ന പരിപാടിയാണത്. ആദ്യം ഈ റേഡിയോ ഓണാക്കാതെ അമ്മ വേറെ പരിപാടി ചെയ്യാറില്ല. അത് കേട്ടോണ്ട് പണി ചെയ്യാം. ആഹാ. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി എനിക്ക് ചോറും അവിടെ മാറ്റി വെച്ചു. ചോറൊക്കെ അവിടെ എന്നതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇടിയപ്പം ഉണ്ടാക്കി ഇഡലിത്തട്ട് കഴിയും. വാവും. കടലക്കറി, മാങ്ങാച്ചാർ, കടുമാങ്ങയാണേ അമ്മ സ്പെഷ്യൽ. പിന്നെ ബീറ്റ്റൂട്ട് കഴിക്കുവാനിട്ട് അടിപൊളി. ഒന്നും തടയാത്തേ. ആ, അടഞ്ഞു. അതെ അതെ, ഓടി വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കും. ഇതേ ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ ഞാൻ JRC യൂണിഫോമൊക്കെ ആയിട്ടാണ് കേട്ടോ. കാരണം ഇന്ന് ഞങ്ങളുടെ JRC A ലെവൽ എക്സാമാണ്. അപ്പം പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക, അത് ചെയ്യാനേ. 50 മാർക്കിൻ്റെ ചോദ്യം 25 ചോദ്യങ്ങളുണ്ടാവും. അതിനകത്ത് 25 ഉണ്ടെങ്കിൽ പാസ്സാവും. അപ്പം പാസ്സാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാസ്സായാൽ മതിയാകും. പിന്നെന്താ, പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. എന്നതിന് ഒരു എക്സാം പേപ്പറൊക്കെ കിട്ടാൻ പോവാണ്. ഫസ്റ്റ് ഡേ സ്കൂളിൻ്റെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പം ഞാനിങ്ങനെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു തോന്നുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. 34, 36 ആ ഒരു റേഞ്ചിൽ പോയിട്ടുണ്ട്. 40 മതിയല്ലോ. അപ്പം ക്ലാസ് ഫസ്റ്റായി. അല്ല, പറഞ്ഞ പോലെ ഇപ്പോഴും ഹിന്ദിയുടെ പേപ്പർ കിട്ടിയിട്ടില്ലല്ലോ. ഇന്നലെ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ. അമ്മ ഒരു ബായ് പറഞ്ഞേരെ. ബൈ ബൈ. ഞാൻ പറഞ്ഞ ബൈ. ഞാനൊരു ബായ് പറയാൻ വന്നപ്പോൾ ഓടി വന്നാണ്. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ. മനസ്സിലായില്ല.